റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 പ്രൊഡക്റ്റാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. അതായത് നമുക്ക് AVRനൊക്കെ HDMI ARC ഇല്ലാത്ത മോഡലിന് വേണ്ടിയിട്ട് ARC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ താഴെ ചെയ്തതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആംപ്ലിഫയറുകൾക്കൊക്കെ ബ്ലൂടൂത്ത് പെൻഡ്രൈവ് ഇതൊന്നും ഇല്ലാത്ത മോഡലുകൾക്ക് വേണ്ടി നമ്മൾ ബ്ലൂടൂത്തും പെൻഡ്രൈവും ഒക്കെ കുത്താവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രീ സ്റ്റേജാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പാനൽ ഫുൾ അക്കറിലേക്കിലാക്കിയിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രെയിൻ ഓഡിയോസിൻ്റെ USB പാനലാണ്. അതിനകത്ത് ഫ്രണ്ട് പാനലിൽ വന്നിരിക്കുന്നത് ഒരു പവർ ഓൺ സ്വിച്ചും USB കുത്താനുള്ള സ്ലോട്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ള മോഡ്, പോസ് ചെയ്യാനുള്ള ബട്ടണുകൾ, ഇതൊക്കെയാണ് ഫ്രണ്ട് പാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് പാനൽ നമ്മൾ അക്രിലിക് പാനൽ മാറ്റ് ഫിനിഷിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാനൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് RC സോക്കറ്റിൽ നമ്മൾ പ്രീ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രീ ഔട്ട് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രീ ഔട്ടുകൾ RCയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു AC കോഡും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഈ മുകളിൽ ഇരിക്കുന്ന ഡീകോഡർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂടെക്കിൻ്റെ FD003 എന്ന് പറയുന്ന HDMI കാർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻപ് ചെയ്തിട്ടുണ്ട്, അതേ സെയിം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ. ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും ഫ്രണ്ട് പാനലിൽ കൊടുത്തിരിക്കുന്നത്. പുറകുവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് 6 ചാനൽ ഔട്ടാണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സബ് സെൻറ്റർ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഒരു പവർ ഓൺ സ്വിച്ചും കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു AC കോഡും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമ്മൾ ഇങ്ങനെ കേൾപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഓഡിയോ ക്വാളിറ്റി നമ്മുടെ കയ്യിലുള്ള ആംപ്ലിഫയർ എത്രത്തോളം വാട്ട്സ് ഉണ്ട്, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് സ്പീക്കറിന് എന്ന് വെച്ചാൽ ആ രീതിയിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് ആയി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓഡിയോ ക്വാളിറ്റി കുറച്ച് വ്യത്യാസം വരുന്നു മാത്രം. നിലവിൽ കിട്ടുന്ന ബേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ബേസും വോളിയം ക്വാളിറ്റിയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഈ USB പാനലും നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറിൽ പഴയ ടൈപ്പിലുള്ള വിൻറ്റേജ് ടൈപ്പിലുള്ള ആംപ്ലിഫയറുകൾ, അതുപോലെ തന്നെ ഹൈഫൈ സിസ്റ്റത്തിനൊക്കെ നമുക്ക് അതിൻ്റെ ഓക്സിലറി ഇൻപുട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഔട്ട് എടുത്ത് ഇങ്ങനെയാണ് ഈ 2 പ്രൊഡക്റ്റും വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോൾ വിളിക്കാൻ നോക്കുക, വാട്സപ്പ് ചാറ്റ് കുറയ്ക്കാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും നോക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.